കഴിഞ്ഞ ഒരു 5 വർഷത്തെ നമ്മുടെ ലഹരി ഉപയോഗത്തിന്റെ വർധന ഒന്ന് ഇവർ കണക്കിലെടുത്താൽ ഇത് ബാറും മദ്യവുമായിട്ടൊന്നും ബന്ധപ്പെട്ടതല്ല നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ ഈ സർക്കാരിന് വരുമാനമില്ലാതാകുമ്പോൾ പിടിച്ചു നിൽക്കാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്ന അഭിപ്രായങ്ങളാണ്. യഥാർത്ഥത്തിൽ ഒരു കണക്കെടുത്താൽ ഈ മദ്യവും ഈ ഇന്ന് കേരളത്തിലുണ്ടായ ലഹരി വർധനവും തമ്മിൽ ഒരു ബന്ധമല്ല. യുവാക്കളെല്ലാം ഇതിലേക്ക് പോകുന്നത് മദ്യം കിട്ടാഞ്ഞിട്ടല്ലല്ലോ. ഇപ്പം മദ്യം കഴിഞ്ഞ 8 വർഷമായിട്ട് സുലഭമാണ്. അപ്പൊ ഇതെന്തിനായത്തിലാ ഇതൊക്കെ പറയാം? അവര് പറയുന്നത് ഈ 1-ാം തീയതി അടച്ചിടുന്നത് പോലും ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് ബാറുകൾ അടച്ചിടുക എന്നുള്ള പരിപാടി പൂർണ്ണമായി അവസാനം ഭരിക്കാൻ, അതായത് ഭരിച്ച് ഒരു 5 പൈസ ഇല്ലാതാക്കിയിട്ട് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുട്ടുന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് വരുന്ന ഒരു നയം മാത്രമാണിത് ആത്യന്തികമായി. എന്നിട്ട് എന്താ, ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തമാശ അല്ലേ ഈ മദ്യം ആവശ്യത്തിന് കൊടുക്കുക, എന്നിട്ട് അതിന്റെ അകത്തുനിന്നുള്ള ഒരു വരുമാനം മദ്യത്തിൽ നിന്ന് മുക്തി തേടാൻ വേണ്ടി വിമുക്തി പദ്ധതി ഉണ്ടാക്കുക. ഇതൊക്കെ ലോകത്ത് എവിടെയെങ്കിലും കേട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ.